ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ബന്ധത്തിന്റെ കാര്യത്തിലുള്ള ട്രൂ ഇന്റൻഷൻ, അവരുടെ ഒരു ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗും ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ടേക്ക് ചിന്തിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Cups, Lovers, King of Wands, Magician, Page of Pentacles, Six of Wands, Page of Swords, Three of Cups, the Fool energy, Knight of Wands, Nine of Pentacles, Hierophant, Hanged Man, Six of Cups, Chariot, Two of Wands, Temperance, Knight of Cups, ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന 9 ഓഫ് വോൺസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന പേഴ്സൺ എന്ന് പറയുന്നത്, ഇവർ കുറച്ചധികം ഇമ്മച്വർ പേഴ്സണാലിറ്റി ഉള്ളവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിന്റെ കാര്യത്തിലല്ല. ഇപ്പൊ ഏജ് എത്രയാണെന്നുണ്ടെങ്കിലും, കൂടിയ ഏജ് ആയിരിക്കാം, ചിലവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഏജ് ആയിരിക്കാം, എങ്ങനെയാണെന്നുണ്ടെങ്കിലും മെന്റലി ഇവർ ഭയങ്കര ഇമ്മച്വർ ആണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര എടുത്തുചാട്ടം കൂടുതലായിരിക്കും. കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നതിന് മുമ്പേ എടുത്തുചാടി ചെയ്യുക. ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. അവര് വേണം എന്ന് പറയുന്ന ഒരു കാര്യം അതാണ് ശരി എന്നുള്ള നിലപാടിൽ നിൽക്കുക. അപ്പൊ അങ്ങനെയൊക്കെ രീതിയുള്ള ഒരു പേഴ്സൺ ആണ്. എന്നാൽ അത്യാവശ്യം നല്ല ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യം കൂടുതലായിട്ട് നോക്കി പോകും. ആ ഒരു രീതിയിലുള്ള സ്വാർത്ഥതകൾ ഇവർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവരുടേതായ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ മാക്സിമം ഇവര് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകവേ ആ ഒരു കമ്മിറ്റ്മെന്റ് ലഭിക്കാതെ വരിക, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരിക, പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട്. ഇപ്പൊ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, മറ്റു ചിലവരുടെ കേസിൽ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് നൽകാതിരുന്നതിന്റെ റീസൺ ആയിരിക്കാം. അപ്പൊ സാഹചര്യം നമ്മളിവിടെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത ഇപ്പൊ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയിലൊക്കെ നിൽക്കുന്ന സമയമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള ഇന്റൻഷൻ എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത്. അതായത് അവരുടെ ഒരു ഉദ്ദേശം എന്താണ്, ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ അവർക്ക് ഉണ്ടോ, അതോ ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുള്ളതാണോ, അതോ പൂർണ്ണമായിട്ടും ഇനി ഇത് വേണ്ട എന്ന് വെക്കുന്ന ഒരു മെന്റാലിറ്റി ആണോ. അപ്പൊ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 9 ഓഫ് വാൺസ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷന് മുന്നോടിയായിട്ട് നിങ്ങൾക്കിടയിൽ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്.
ചിലപ്പോൾ ഒരു വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പല പല സാഹചര്യങ്ങൾ, ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വ്യക്തികളോ അല്ലെങ്കിൽ ഫാമിലി സിറ്റുവേഷൻ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ആകാം. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ നോക്കി നിങ്ങളുടെ വ്യക്തി ഓർത്തൊരു ഫിയർ ഒക്കെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ പോലും, ആ ഒരു ഫിയർ ഒക്കെ ഉണ്ടെങ്കിലും ഇവര് എന്തും വരട്ടെ മുന്നോട്ടേക്ക് ഒന്ന് പോകണം, അല്ലെങ്കിൽ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷനിൽ പൂർണ്ണമായിട്ടും ബന്ധത്തെ ഉപേക്ഷിക്കുക എന്നുള്ളൊരു രീതി നമുക്ക് വോട്ട് ഓഫ് ദി ഡെക്കിൽ തന്നെ കാണിക്കുന്നില്ല. മുന്നോട്ടേക്ക് ഇറങ്ങണം എന്നൊരു ചിന്ത തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലവേഴ്സ് എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് നല്ല രീതിക്ക് ഒരു പ്രണയം അല്ലെങ്കിൽ സ്നേഹമൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. നമുക്ക് അതിലേക്ക് വരാം. ഇവിടെയാണെങ്കിൽ എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് ഈ ഒരു ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് അറിയാം. അപ്പൊ ഇവർക്ക് അറിഞ്ഞിരുന്നോണ്ട് തന്നെയാണ് ഇവർ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ നൽകാതിരുന്നത്. ഇവർ വിചാരിച്ചിരുന്നത് ഇവരുടേതായ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നൊരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ നിങ്ങൾ ഒരു സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ എന്നുള്ള രീതിക്ക് നിങ്ങളുടെ നിലപാട് ചിലപ്പോൾ നിങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഇവർ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ കുറച്ചായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് തെറ്റുകളോ കാര്യങ്ങളൊക്കെ പറ്റി, അല്ലെങ്കിൽ ഇവരുടെ കാഴ്ചപ്പാടുകൾ, ഹാങ്ഡ് മാൻ തന്നെയാണ് വന്നിരിക്കുന്നത്, ഇവരുടെ ചിന്താഗതികളെ കാഴ്ചപ്പാടുകളെ എല്ലാം ഒരുപാട് മാറി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ബന്ധത്തെ അവർ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലൂടെ കടത്തിവിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് വേണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ചില സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ നടത്തിയേ മതിയാവുള്ളൂ. പൂർണ്ണമായിട്ടും സ്വന്തം വ്യക്തിത്വം തന്നെ നശിപ്പിക്കുന്ന രീതിയിലല്ല, എന്നാൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബന്ധം നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ചിന്താഗതികൾ അത് ഇവരിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതികളൊക്കെ ഇവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടും, അതുപോലെ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരോടുള്ളത്. ഒരു പക്ഷെ അവരുടെ ലൈഫിൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എന്തിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെപ്പോലൊരു വ്യക്തി അവർക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം അവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഈ ഒരു സമയത്ത് ഇമോഷണലി മാത്രമല്ല ബുദ്ധി കൊണ്ടും ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർത്തിട്ടുണ്ട്. ഇപ്പൊ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ പോലും ഇപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യസ്തത കൊണ്ട് കുറച്ച് മെച്യൂരിറ്റി കാര്യങ്ങളിലേക്കൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുക. ഇവിടെ ഹെയറോഫന്റ് വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ ഉപദേശിക്കാനായിട്ട്, ഉപദേശം എന്ന് പറയുമ്പോൾ അത് വ്യക്തികളായിട്ട് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇവർ ഉപദേശിക്കുന്നുണ്ട്. നിനക്ക് അവരെ പോലെ മറ്റാരെയും ലഭിക്കുകയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ട് തേടുന്നുണ്ട്. സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ നന്നായിട്ട് വന്ന് സ്വന്തം ഇൻറ്റ്യൂഷനോട് നന്നായിട്ട് ഇരുത്തി ചിന്തിക്കുക. അപ്പൊ അവിടെ നിന്നും അവർക്ക് ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗൈഡൻസ് എന്നൊക്കെ പറയുന്നത് തന്നെ നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കാനായിട്ട് ഇവർക്ക് ഒരിക്കലും സാധിക്കില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർ നിങ്ങളെ പൂർണ്ണമായും വേണ്ട എന്ന് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ പോലെ എല്ലാ രീതിക്കും ഇവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അവരിപ്പോ സപ്പോർട്ട് ആയിക്കൊള്ളട്ടെ, സ്നേഹം ആയിക്കൊള്ളട്ടെ, കെയറിങ് ആയിക്കൊള്ളട്ടെ, ഇവരുടെ ഇമോഷൻസ് ഇപ്പൊ ഇവരെക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കാം. ഇവരും ആ ഒരു കഴിവ് കാര്യങ്ങളൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ആ ഒരു എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ, ഏറ്റവും കൂടുതലായിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവരുടെ ഇമോഷൻസ് ഇപ്പൊ ദേഷ്യം കാര്യങ്ങളൊക്കെ ഇവർ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരാതിയോ പരിഭവമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു സമയത്തെ കാര്യങ്ങൾ മാത്രമല്ലാതെ നിങ്ങൾ അത് മനസ്സിൽ വെക്കുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല. അത്രയും സപ്പോർട്ട് ചെയ്ത് ഇവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളെ പോലെ ഒരു വ്യക്തിയെ അവരുടെ ലൈഫിൽ ഇനി അവർക്ക് ഒരിക്കലും, ഒരു പക്ഷേ അവർക്ക് ഡൗട്ട് ആണ്, കൺഫ്യൂഷൻ ആണ് അവരിൽ വരുന്നത്. ഇനി അവർക്ക് ലഭിക്കുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തെ പൂർണ്ണമായിട്ടും കണ്ടില്ല എന്ന് നടിക്കാനും നിങ്ങളുടെ വ്യക്തി ഇപ്പൊ തയ്യാറല്ല. അവരുടെ ഉള്ളിൽ നിങ്ങളോട് നീതിപൂർവം പെരുമാറണം എന്നൊരു ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ ഈ ഒരു ബന്ധത്തെ അവർ നോക്കി കാണുന്നുണ്ട്. അവരുടേതായ കംഫർട്ട് സോണിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്തു വരാനും അവർ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്, അതുപോലെ തന്നെ ലവേഴ്സ് എനർജിയാണ്. നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തില് അവരുടെ ഉള്ളില് വളരെയധികം ഒരു പ്രണയം, ആകർഷണം,
ഒരു റെസ്പെക്റ്റ്, അതുപോലെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകണം എന്നൊരു ചിന്ത, ഇതെല്ലാം അവരിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തുക. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ കംപ്ലീറ്റ്ലി ഒരു വിജയം കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ആ ഉള്ളിലുള്ള ഈഗോ കാര്യങ്ങൾ അതിനെയെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഒരു പുതിയ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളുടെ ബന്ധത്തെ സമീപിക്കുവാനും ആ ഒരു പുതിയ കാഴ്ചപ്പാടുകളിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. അതും സ്ട്രോങ് കമ്മിറ്റ്മെന്റോട് കൂടി ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഒരു സമയത്ത് അത്രത്തോളം ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഒരു സമയത്തല്ല ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇവിടെ എന്തായാലും വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്ത് പ്രോപ്പർ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങളുടെ പേഴ്സണിലും നിങ്ങളുടേത് പോലുള്ള അതേ സെയിം ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായും വേണ്ട എന്ന് വെക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല എന്നുള്ളത് അവര് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി നൽകാനും വളരെ പ്രഷ്യസ് ആയിട്ട് ഇതിനെ ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ സ്വയം ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. ചിലവര് നിങ്ങളെ ബ്ലോക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള സാധ്യതകളുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഈ ഒരു പേഴ്സൺ ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉള്ള നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. ഇനി അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ അവിടെ നിന്ന് അവർക്കൊരു ഉപദേശം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ഉപദേശം ലഭിക്കുന്ന പല കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തിപ്പെട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആവാനും സാധ്യതകളുണ്ട്. എന്തായാലും ഇവർ ഉപദേശിക്കാനായിട്ട് ആരൊക്കെയോ ഇവരുടെ ലൈഫിൽ നിൽക്കുന്നതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ലഭിക്കുന്നു. അതുപോലെ ചുറ്റുപാട് നടക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ കൊണ്ടിട്ടാണ് ഇവര് സ്വന്തം നിലപാടുകളിലും കുറച്ചധികം മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവര് നല്ല മെച്ചുവേർഡ് ആയിട്ട്, അല്ലെങ്കിൽ കാര്യഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായ മനസ്സോടു കൂടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ എല്ലാം നടത്തിയതിന് ശേഷം വൈകാരികപരമായിട്ട് തന്നെ നിങ്ങളെ വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും നിങ്ങളെ നേടണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലും കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നെല്ലാം തന്നെ തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിപ്പോ സാഹചര്യങ്ങളായിക്കൊള്ളട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബന്ധത്തിന് അനുകൂലമല്ലാതെ നിൽക്കുന്ന തേർഡ് പാർട്ടി എനർജി അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം പൂർണ്ണമായിട്ടും വിട്ട് കളയാനായിട്ട് അവർ മനസ്സുകൊണ്ട് തയ്യാറാണ്. ആ ഒരു ഡിസിഷൻ അവരിൽ വരുന്നുണ്ട്. മാത്രമല്ല റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ് ആണ്. ഫുൾ എനർജി എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും, അതിപ്പോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയല്ല, നിങ്ങളുടെ ഇമോഷൻസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാൻ പറ്റാതെ എന്ന് വെച്ചാൽ മാനസികപരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ കുറച്ച് എടുത്തുചാട്ടമുള്ളവരായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ചിലത് എല്ലാം കംപ്ലീറ്റ്ലി മാച്ച് ആവണമെന്നില്ല, ഇഷ്ടങ്ങൾ പലത് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മാച്ച് ചെയ്യിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇവരിലുണ്ട്. അതിപ്പോഴാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. വെച്ചാൽ അഡ്ജസ്റ്റ്മെന്റ്, ചില കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവരും തയ്യാറാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇവരായിരിക്കും ഇവരുടേതായ രീതിക്ക് മാത്രമേ പോകുള്ളൂ എന്നുള്ള രീതിക്ക് നിന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം നിങ്ങളുടെ ബന്ധത്തിൽ സ്ട്രോങ് ആയിരുന്നു. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു വ്യക്തി വരുന്ന സമയത്ത് നിങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ബന്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കത്തിലൂടെ, അല്ലെങ്കിൽ പുതിയൊരു ചാപ്റ്ററിലൂടെ ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഇന്റൻഷൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയിൽ കാണിക്കുന്നത്. ഇവിടെയാണെങ്കിലും നൈറ്റ് ഓഫ് വാണ്ട്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, അതും വാണ്ട് എനർജിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് നിങ്ങളെ വേണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിരിക്കുന്നതുകൊണ്ട് വളരെ വേഗത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ട്. ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് എത്താനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ജീവിതത്തിൽ ഒരു അർത്ഥം കൈവരിക്കാനായിട്ട്, അല്ലെങ്കിൽ പകുതി വെച്ച് മുറിഞ്ഞുപോയ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനെ ഒരുമിച്ച് സ്വപ്നം കാണുക എന്നുള്ളത് മാത്രമല്ല, അത് പ്രാക്ടിക്കൽ ആക്കുക.
ബന്ധത്തിന് തടസ്സമായിട്ട് നിന്നിരുന്ന സാഹചര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് എഫേർട്ട് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ചിന്തയാണ്. അതിന് മുന്നോടിയായിട്ട് ഇവരായിട്ട് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ടും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവ് വരുന്നത് കൊണ്ടും അതിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു ചിന്താഗതികൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടിട്ടും തന്നെയാണ് അവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞുപോയ നാളുകളൊക്കെ ഓർക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന നാളുകൾ മാത്രമല്ല, അവരുടെ ആ ഒരു intention ഉദ്ദേശം ഈ ഒരു രീതിയിലേക്ക് മാറാനായിട്ടുള്ള കാരണം നമ്മൾ already പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയെ അവർക്ക് ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് കൊണ്ടാണെന്നുള്ളത്. അതിന്റെ കാരണം കഴിഞ്ഞു പോയിരിക്കുന്ന നാളുകളെ കുറിച്ചൊക്കെ അവർ ഓർക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് spend ചെയ്ത moments, നിമിഷങ്ങള്, നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങള്, ഒരുപക്ഷേ നിങ്ങളുടെ വ്യക്തി ഇതിനു മുമ്പും പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ കാണിച്ച മനസ്സുകള് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അതെല്ലാം അവരിവിടെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കാനും അവർക്ക് എല്ലാം കൊണ്ടും അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യയായിട്ടുള്ള ഒരു പാർട്ട്ണർ അത് നിങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന നിമിഷത്തിൽ അവർ വളരെയധികം ടയേർഡ് ആവുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു പെയിൻ ഒക്കെ വരുന്നുണ്ട്. ഇതുവരെ അവർ ഈ ഒരു ബന്ധത്തിൽ വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ ആണല്ലോ നിന്നിരുന്നത്. ഇതുവരെ അല്ലെങ്കിൽ നിങ്ങളോടൊരു നീതിപൂർവ്വം ഒന്നും പൂർണ്ണമായിട്ട് അവർ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിച്ചിരുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ അവരുടെ ഉള്ളിലൊരു വേദനകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു വേദനകളെ എല്ലാം തന്നെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ചാരിറ്റി എനർജി എന്ന് പറയുമ്പോൾ തന്നെ അവർ ആ ഒരു ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാണ്. പക്ഷെ അവരുടെ ഈ ഒരു കൺട്രോളിങ് സമയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ ഇപ്പോൾ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിന്റെ വിജയം വേണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ്. അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. മനസ്സിന് വേദനയുണ്ടെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിലും അതെല്ലാം നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അല്ലെങ്കിൽ തുറന്നൊരു സംസാരത്തിലൂടെ അവർക്കത് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ ഇമോഷൻസ് എത്രത്തോളം ആണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ അവർ ഇതുവരെ ഒരു നിലപാടില്ലാതെ നിന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളും വേദനകളിലൂടെ കടന്നുപോയത്. ഇപ്പൊ അവരൊരു ഡിസിഷൻ എടുത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് അത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസം. അപ്പൊ നിങ്ങൾ അത്രത്തോളം മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് ഇവര്. അതുകൊണ്ടാണ് അവർ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതിയോടുകൂടി ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. അർഹമായ രീതിയിലുള്ള ആ ഒരു സ്നേഹം അതിന്റെ അനുയോജ്യനായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യരായ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് അത് നിങ്ങളാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കണം. എല്ലാ രീതിക്കും ബന്ധത്തെ ബാലൻസ് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് വേണം എന്നുള്ളത് അവര് തന്നെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നുണ്ട്. ഇവിടെയാണെങ്കിലും ആ ഒരു വിജയം തന്നെയാണ്. അവർക്ക് ഈ റിലേഷൻഷിപ്പിന്റെ വിജയം എല്ലാവരെയും പോലെ അവരും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരെയും പോലെ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇവർ മറ്റുള്ളവരിൽ നടക്കുന്ന ജീവിതമൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ആഗ്രഹം ഇവിടെ തോന്നുന്നുണ്ട്. അവർക്കും അങ്ങനെയൊക്കെ ജീവിക്കണം. അപ്പൊ ഇതുവരെ അത് ആ ഒരു രീതിയിലൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. അവർക്ക് ആ ഒരു സ്വാർത്ഥതയൊക്കെ ആയിരിക്കാം മുന്നിട്ട് നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ജീവിതം ഒരുപാട് കാര്യങ്ങളിലൂടെ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ പരസ്പരം ആ ഒരു കണക്ഷൻ ഒക്കെ വീണ്ടും കൊണ്ടുവന്ന് അതിനകത്തൊരു വിജയം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ നിങ്ങളുടെ ബന്ധത്തിന്റെ സ്ട്രെങ്ത് സ്വയമേ തന്നെ എഫേർട്ട് എടുത്ത് അതിനെ ഒന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോയി വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. വളരെ അധികം ഒരു പ്രണയമാണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണിത്. അപ്പൊ പൂർണ്ണമായും നിങ്ങളെ വേണ്ട എന്ന് വെച്ചു നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി എന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി ആണ് ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവർക്ക് അതിനൊരിക്കലും സാധിക്കുകയില്ല എന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ എന്ത് സാഹചര്യം കൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുക എന്നുള്ളത് മാത്രമല്ല അവർ നിങ്ങളെ മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ്. പൂർണ്ണമായിട്ടും നിങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷമാണ്. തീർച്ചയായും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു സത്യസന്ധതയും തന്നെയാണ് അവരുടെ മനസ്സിൽ ഈ ഒരു രീതിയിൽ എനർജിയിലും അവരുടെ ചിന്താഗതികളിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം.
അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശമായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത് ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. പൂർണ്ണമായി ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതുമാണ്. അവരുടെ നിലപാടുകളിലും ചിന്താഗതികളിലും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചല്ലോ എന്നൊരു ചിന്ത മാത്രമല്ല, അവരുടെ ആ ഒരു ഇമ്മച്യൂർ പേഴ്സണാലിറ്റി ആണെങ്കിലും എടുത്തുചാട്ടാണെങ്കിലും അവരുടെ ആ ഒരു ക്യാരക്ടറിലുള്ള എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പോലും അവർ മാക്സിമം സ്വയം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട്, നിങ്ങൾ ഇപ്പോഴും ആ ഒരു റിയൂണിയന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടി ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെപ്റ്റംബർ മന്ത് 1972, യു എന്നൊരു ലെറ്റർ. 1988, എൻ എന്നൊരു ലെറ്റർ. എച്ച് എന്നൊരു ലെറ്റർ. ലിയോ. 36, കെ എന്നൊരു ലെറ്റർ. ഏരീസ്. പി എന്നൊരു ലെറ്റർ. പാലക്കാട്. 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, നിങ്ങൾക്കത് ബേസ് ആയിട്ട് എടുക്കാം. ടോറസ്, സോഡിയാക് സൈൻ ആണ്. എം എന്നൊരു ലെറ്റർ. അക്വേറിയസ് വന്നിട്ടുണ്ട്. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. 30, ഡിസംബർ മന്ത്. തൃക്കേട്ട. കൊല്ലം, ഇടുക്കി. ജനുവരി മന്ത്. കാലിക്കറ്റ്. UAE വന്നിട്ടുണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. അനിഴം എന്നൊരു സ്റ്റാർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.